ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലെ തന്നെ കട്ടിങ് കിടക്കിയെടുത്ത് എഴുന്നള്ളി പോകണം ഇങ്ങോട്ട് ഹൈദരാബാദിലോട്ട്. അപ്പോൾ നമ്മുടെ ട്രിപ്പെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ് തലേന്ന് തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പ്രഹസനെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത് നമ്മുടെ ഹോട്ടൽ റൂമാണ്. എല്ലാത്തിനോടും ഇങ്ങനെ ബായ് പറയണം. ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് ഒരു ഏരിയ ആയിരുന്നു. ഞാൻ വന്നപ്പോൾ തൊട്ട് ഇവിടെ ഈ ഒരു ലോബിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി ന്യൂസ് പേപ്പർ വായിക്കാനാണെങ്കിലും നല്ല സെറ്റായിരുന്നു. ഇതെല്ലാം നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ എന്നാൽ ഈ വീഡിയോയിൽ അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു. സമയം ഏകദേശം രാവിലെ ഒരു 5 മണി 5:30 ആയിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം 2 മണിക്കൂറുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു ക്യാബ് ബുക്ക് ചെയ്ത് ക്യാബ് വന്ന് താഴെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഫ്ലൈറ്റ് വന്നിട്ട് രാവിലെ 9 മണിക്കാണ് മുന്നത്തെ ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഇന്നലെ വൈകിട്ട് മെസ്സേജ് വന്നു 8:55 ടൈം ചേഞ്ചിന് വേണ്ടി. പിന്നെ ഇൻഡിഗോ തന്നെയാണ്. ഇൻഡിഗോ ഓൾവേസ് മൈ ഫേവറേറ്റ്. ഇതെല്ലാം ഈ ഒരു ലോബിയിൽ അവർ വെച്ചിരിക്കുന്നതാണ്. സംഭവം അടിപൊളിയായിരുന്നു. നല്ല ഒരു ട്രിപ്പായിരുന്നു. ഇവിടുത്തെ സ്റ്റേ കാര്യങ്ങളാണെങ്കിലും അടിപൊളിയായിരുന്നു. റാഡിസൺ ബ്ലൂ അടിപൊളി ഹോട്ടലാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഇറങ്ങി. കാരണം നല്ല ബ്ലോക്ക്, ഏകദേശം 2 മണിക്കൂറുണ്ട് എയർപോർട്ടിലേക്ക്. ക്യാബ് വന്നു കിടക്കണം. എങ്ങനെ എത്തുന്നു ഒരു ഐഡിയ ഇല്ല. ഞാൻ ഫ്ലൈറ്റ് മിസ്സാവുന്ന പോലും വിചാരിച്ചു. അത്രയും ബ്ലോക്കായിരുന്നു. പിന്നെ ആ പയ്യൻ എങ്ങനെയൊക്കെ ഓടിച്ച് നല്ല സ്പീഡിൽ നല്ല സ്പീഡായിരുന്നു കേട്ടോ, നല്ല സ്പീഡായിരുന്നു. പിന്നെ നോക്കുമ്പോഴേക്കും നമ്മുടെ എയർപോർട്ട് ഇവിടെ എത്തി. കറക്റ്റ് ഒരു 7:15 ആകുമ്പോഴേക്കും ഞാൻ എയർപോർട്ടിലെത്തി. ഞാൻ ആ പയ്യൻ്റെ അടുത്ത് ഒരു താങ്ക്സും പറഞ്ഞു. കാരണം അത്രയും സ്പീഡിൽ ആ പയ്യൻ പോയി കേട്ടോ. കാരണം ഞാൻ കിട്ടില്ല വിചാരിച്ചാണ്. പിന്നെ ഞാൻ ഗേറ്റ് നമ്പർ കാര്യങ്ങൾ നോക്കിയപ്പോൾ 17 ഇൻഡിഗോ തന്നെയാണ്. ഫ്ലൈറ്റ് നമ്പർ 6312. ഇതാണ് ബാംഗ്ലൂർ എയർപോർട്ട്. കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ദേവനഹള്ളി പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ട്രിപ്പെല്ലാം സെറ്റായി. ഇപ്പോൾ തിരിച്ചു പോകേണ്ട കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു സങ്കടം. കാരണം ഇന്ന് പോയി എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതാ കയറിയിരുന്നു. 10 AM എൻ്റെ സീറ്റ് ഇൻഡിഗോ തന്നെയായിരുന്നു. വിൻഡോ സീറ്റായിരുന്നു. കയറിയിരുന്ന് പതുക്കെ അത് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കാര്യം ഇൻട്രസ്റ്റ് ആണെങ്കിലും ചെറിയൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു എമർജൻസി ലാൻഡിങ് ഉണ്ടായിരുന്നു ഇൻഡിഗോ. ഒരു സീനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അടിച്ച് പൊളിച്ച് തകർത്ത്. ഇപ്പം എത്ര പേടിയുണ്ടെങ്കിലും ഞാനിപ്പോഴും വിൻഡോ സീറ്റ് തന്നെയാണ് ചൂസ് ചെയ്യാറ്. അങ്ങനെ പതുക്കെ ടേക്ക് ഓഫിനുള്ള തയ്യാറെടുപ്പിലായി. ടേക്ക് ഓഫ് ആയി. സ്മൂത്ത് ടേക്ക് ഓഫ് ആയിരുന്നു. ലാൻഡിങ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. നിറയെ എൻജോയ് ചെയ്ത് നിറയൊരു അനുഭവങ്ങൾ കിട്ടിയ ഒരു ട്രിപ്പായിരുന്നത്. നല്ല രീതിക്ക് എല്ലാം എൻജോയ് ചെയ്തു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉന്മാദക്കുറവുണ്ട് തിരിച്ച് ഇനി ഡ്യൂട്ടി എടുക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ. അങ്ങനെ അതെല്ലാം സെറ്റാക്കി. നിറയെ ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ എയർപോർട്ട് വലിയൊരു എയർപോർട്ടാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഹൈദരാബാദാണ് എൻ്റെ ഫേവറേറ്റ്. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ, കൊച്ചിൻ, ഈ 4 എയർപോർട്ട്സാണ്. അതിൽ ഏറ്റവും ഫേവറേറ്റ് ഹൈദരാബാദ് തന്നെയാണ്. അടിപൊളിയായിരുന്നു. ഈ ഒരു ഫീലെന്ന് പറയുന്നില്ലേ, നമ്മൾ ഒരു തവണയെങ്കിലും ലൈഫിൽ അറിയേണ്ട ഒരു ഫീൽ തന്നെയാണ്. ഈ ഒരു ലാൻഡിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ടേക്ക് ഓഫ് ആയിക്കോട്ടെ, വേറൊരു ലെവലായിരുന്നു. ഈ ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട് ആ ഫ്ലൈറ്റ് ഒന്ന് സ്റ്റേബിൾ ആവുന്ന വരെ അവർ ജസ്റ്റ് ഒന്ന് റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഉള്ളിലൊക്കെ ഒരു ഭയമായിരിക്കും. പിന്നെ ഈ ഒരു കാഴ്ച എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ്. ഈ ഒരു ഫ്ലൈറ്റിൽ നിന്നുള്ള ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എത്ര കണ്ടാലും ഞാനിങ്ങനെ ആലോചിക്കുന്നത് വല്ല ഏവിയേഷൻ കരിയർ ചൂസ് ചെയ്താൽ മതിയായിരുന്നു. അത്രയും എത്ര കണ്ടാലും ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ 11ാമത്തെ എന്തോ ഇതാണ്. എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ്. ഇതാണ് എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഒരു സ്നാക്ക് ബോക്സ് ആയിരുന്നു. ഇതിലൊരു നമ്മുടെ മാതള നാരങ്ങേൻ്റെ ഒരു ജ്യൂസും അതുപോലെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ വേറെന്തോ ഒരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു. ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു ഐറ്റം ആയിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ ഇറങ്ങി ഹൈദരാബാദ് എത്തി. ഞാൻ എൻ്റെ ഹോസ്റ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. അവിടെ നിന്ന് ഒരു എയർപോർട്ടിൽ നിന്നൊരു ബസ് ഷട്ടിലുണ്ട്. അങ്ങനെ തിരിച്ചു പോവാണ്. അപ്പോൾ ബായ്.